നമസ്കാരം, എല്ലാ മാന്യപ്രേക്ഷകർക്കും പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ഞാൻ സുനീഷ് തമ്പാൻ. ഇന്ന് നമ്മുടെ എപ്പിസോഡ് നമ്പർ 88 27/11/2024. ദിവസം ഒരു പവർഫുള്ളായിട്ടുള്ള എനർജിയുള്ള ദിവസമാണ്. അതായത് 9, അതായത് പേഴ്സണാലിറ്റിയും ടോട്ടൽ വരുന്നത് 1 സൂര്യൻ്റെ എനർജിയിലും, അതായത് ചൊവ്വയുടെയും സൂര്യൻ്റെയും എനർജിയുള്ള വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു എനർജിയാണ് ഈ ദിവസം ഒക്കെ ഉള്ള പേഴ്സണാലിറ്റിയും ലൈഫ് പാത്തുള്ള ആൾക്കാർ വളരെ പവർഫുള്ളായിട്ട് എന്താ പറയുക സമൂഹത്തിൽ മുൻനിരയിൽ നിൽക്കുന്ന ആൾക്കാരായിരിക്കും എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഒരു നല്ല എനർജറ്റിക്കായിട്ടുള്ള ദിവസമാണ്. അതായത് നമുക്ക് പ്രോഗ്രാമിലേക്ക് പോകാം. ആദ്യം തന്നെ പ്രോഗ്രാമിലേക്ക് വിളിക്കേണ്ട നമ്പർ ഞാൻ ഒന്നുകൂടി പറയാം. 80 86 89 70 30. ഒന്നുകൂടി പറയാം, 80 86 89 70 30. ഇതാണ് പ്രോഗ്രാമിലേക്ക് വിളിക്കേണ്ട നമ്പർ. അപ്പോൾ 9ൻ്റെയും 1ൻ്റെയും കൂടിച്ചേരലിനെയാണ് ഞാൻ സൂചിപ്പിച്ചത്. അതായത് ഇന്നത്തെ ദിവസം 27/11/2024, അതായത് 9ൻ്റെയും 1ൻ്റെയും നല്ല പവർഫുള്ളായിട്ടുള്ള ഡേ ആണെന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ. ഈ 9 എന്നാൽ നമ്മുടെ ശരീരമടക്കം ആക്റ്റീവായിരിക്കേണ്ട ആൾക്കാർ ആണ്. അവർ എപ്പോഴും ഏതെങ്കിലും ഒരു സ്ഥലത്തൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യുകയാണെങ്കിൽ അവർക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കും. കാരണം അവർ ഇതുപോലെ ശരീരമടക്കം പുറത്തിറങ്ങി വർക്ക് ചെയ്യേണ്ടവരാണ്. പ്രത്യേകിച്ച് നമ്മുടെ പട്ടാളം, പോലീസ് ഈ മേഖലകളിലൊക്കെ ഇവർക്ക് ഉയർന്ന ജോലി ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ ഡോക്ടർ, മെഡിക്കൽ ഫീൽഡിലും ഇവർക്ക് ഉയരങ്ങളിലേക്ക് പോകാൻ വേണ്ടി പറ്റും. എന്തായാലും നമുക്ക് ആദ്യത്തെ കോൾ വന്ന് വെയിറ്റ് ചെയ്യണം. നമുക്ക് കോളിലേക്ക് തന്നെ പോവാം. ഹലോ, നമസ്കാരം. പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ 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 പറയൂ, ആരാണ് സംസാരിക്കുന്നത്? ഞാൻ വലപൂരിക്കുന്ന കവിതയാണ് വിളിക്കുന്നത്. കവിത. ഓക്കെ, പറയൂ. കവിതയുടെ കാര്യം അറിയാൻ വേണ്ടിയിട്ടാണോ? എന്റെ മോടെ കാര്യം അറിയാൻ വേണ്ടിയായിരുന്നു. എന്റെ മോടെ പേര് വൈകനന്ദ പ്രതാപൻ. വൈകനന്ദ പ്രസാദ്. ഹലോ, പ്രസാദ് എന്നാണോ ഹലോ? പേരൊന്നുകൂടി പറയൂ. വൈകനന്ദ പ്രതാപൻ. വൈകനന്ദ പ്രതാപൻ അച്ഛന്റെ പേര്. പ്രതാപൻ. ഓക്കെ, വൈകനന്ദ പ്രതാപൻ. ഇനി വേറെ ഇനിഷ്യൽ വല്ലതും ഉണ്ടോ? ഇല്ലില്ല, അതാ ഫുൾ പേര്. ഓക്കെ, എന്തായാലും ഒന്ന് സ്പെല്ലിംഗ് പറഞ്ഞേക്കൂ, നമുക്ക് കൺഫേം ചെയ്യാം. ഓക്കെ, VAIGA. വൈകനന്ദ. DHA ഉണ്ട്. ഓക്കെ, വൈകനന്ദ പ്രതാപൻ. PRATHAN. ഓക്കെ, ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം. ഡേറ്റ് ഓഫ് ബർത്ത് കൂടി പറയും. 6/3/2012. 6/3/2012. ഓക്കെ, ശരി, ഒന്ന് ഹോൾഡ് ചെയ്യും കേട്ടോ. ശരി. പേഴ്സണാലിറ്റി നമ്പർ 6, ലൈഫ് പാത്ത് നമ്പർ 5 ആണ്. 6ൻ്റെയും 5ൻ്റെയും കൂടിച്ചേരലാണ്. അപ്പോൾ ഇത് പൊതുവെ ഞാൻ കുറച്ച് നിങ്ങൾ റേഞ്ചിൻ്റെ അടുത്തേക്ക് ഒന്ന് മാറി നിൽക്കൂ. ഞാൻ ഇവിടുന്ന് ഒച്ചത്തിൽ തന്നെയാണ് സംസാരിക്കുന്നത്. പേഴ്സണാലിറ്റി നമ്പർ 6, ലൈഫ് പാത്ത് നമ്പർ 5, 6ൻ്റെയും 5ൻ്റെയും കൂടിച്ചേരലാണ്. പൊതുവെ നല്ലൊരു കൂടിച്ചേരലാണ് കുട്ടിയുടേത്. പിന്നെ ഹലോ, കേൾക്കുന്നില്ലേ? പിന്നെ വൈകനന്ദ പ്രതാപൻ എന്നുള്ള പേരും എന്തായാലും വളരെ ദോഷമുള്ള ഒരു പേരല്ല കേട്ടോ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. വളരെ ദോഷമല്ല. എന്തായാലും അതിപ്പോൾ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു 70-75% നല്ല പേര് തന്നെയാണ്. അതിൽ പക്ഷേ അത് ഒരു 100% ആയിട്ടുള്ള പേരാക്കണമെങ്കിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് നോക്കണം. എന്തോ മാറ്റങ്ങളോ? അപ്പോൾ എന്താണ് മാറ്റം വരുത്താൻ പറ്റുക അതില്? ഹലോ, അപ്പോൾ ഇത് എന്തായാലും പേര് കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് അതുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ.
ഇനി അതല്ല ഒരു 100% ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല ഒരു 75% നല്ല പേരാണ്, നിങ്ങൾ അറിഞ്ഞോ അറിയാതെ ഇട്ട് നല്ലൊരു പേരാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതാണ് പറയാനുള്ളത്. അപ്പോൾ അത് ഹാപ്പി ആയിട്ട് തന്നെ മുന്നോട്ട് പോവാം. വേറെ എന്തെങ്കിലും അറിയാനുണ്ടോ? അവിടെ കൊച്ചിന്റെ വിദ്യാഭ്യാസത്തെ കുറിച്ചൊന്നും കൂടെ അറിയാൻ വേണ്ടി. വിദ്യാഭ്യാസം അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. അങ്ങനെ ദോഷമൊന്നും ആവില്ല. ആദ്യകാലങ്ങളിൽ കുറച്ച് എന്താ പറയുക സ്ലോ ആണെങ്കിലും അവരുടെ ഉന്നത വിദ്യാഭ്യാസ സമയത്തൊക്കെ അവർക്ക് നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും. അതാണ് ഇതിൽ കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ അങ്ങനെ ചിന്തിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ശരി, എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. ശരി, താങ്ക് യു സാറേ. ഓക്കെ, ശരി. അപ്പോൾ പേഴ്സണാലിറ്റി നമ്പർ 6, ലൈഫ് പാത്ത് നമ്പർ 5 ആണ്. അപ്പോൾ 6ൻ്റെയും 5ൻ്റെയും കൂടിച്ചേരൽ നമുക്ക് പൊതുവേ നല്ലൊരു കൂടിച്ചേരലായിട്ടാണ് പറയേണ്ടത്. എന്തായാലും എന്താ പറയുക, അതിനൊരു മികച്ച പേര്, ഒരു 100% ബെസ്റ്റ് പേര് വേണമെന്നൊന്നും ഇല്ല. കാരണം ഡേറ്റ് ഓഫ് ബർത്ത് അത് മികച്ചത് തന്നെയാണ്. അപ്പോൾ 6ൽ 5 ജനിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മികച്ച ഡേറ്റ് ഓഫ് ബർത്താണ്. പിന്നെ എല്ലാവർക്കും ഓരോരോ കാലഘട്ടങ്ങളിലൂടെ പോകുമ്പോൾ അതിൻ്റെ ഉയർച്ച താഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ പൊതുവേ ജീവിതത്തിൽ ഒരു മൊത്തം ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉയരങ്ങളിലേക്ക് തന്നെ പോകുന്ന എനർജിയാണ് ഈ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ ഈ വൈകനന്ദ പ്രതാപൻ എന്നുള്ള പേരും ഈ 75% നല്ലതാണ്. അതിൻ്റെ അകത്തുള്ള കുറച്ച് എനർജീസൊക്കെ അത്ര ബെസ്റ്റ് അല്ല, ജസ്റ്റ് ലക്കി നമ്പർ മാത്രമേ വന്നുള്ളൂ. അതിനകത്തുള്ള എനർജീസൊക്കെ കുറച്ച് വീക്കായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് അത് എന്താ പറയുക ബെസ്റ്റാണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. അപ്പോൾ എന്തായാലും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അടുത്തൊരു കോളിലേക്ക് പോവാം. ഹലോ, നമസ്കാരം. പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ. ഹലോ, ആരാണ് സംസാരിക്കുന്നത്? പറയൂ. മിനി. ഓക്കെ, മിനിയുടെ കാര്യം അറിയാൻ വേണ്ടിയിട്ടാണോ? അല്ല, മകളുടെ പേര് പറയൂ. ആരതി PS. ആരതി PS അല്ലേ? PS എന്ന് മാത്രം. ഓക്കെ, ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ ആരതിയുടെ. 2004 ഒക്ടോബർ 19. 19/10/2004 ഒക്ടോബർ 19. 2004 19/10/2004 അല്ലേ? ഓക്കെ. അപ്പം ഞാൻ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം. ശരി. കേൾക്കാമോ? പേഴ്സണാലിറ്റി നമ്പർ 1, ലൈഫ് പാത്ത് നമ്പർ 8 ആണ്. 1ൻ്റെയും 8ൻ്റെയും കൂടിച്ചേരലാണ്. അപ്പോൾ ഇപ്പോൾ ഇട്ടിരിക്കുന്ന പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ കാലതാമസങ്ങളാണ് കൂടുതൽ കാര്യത്തിനും കാണാൻ വേണ്ടി പറ്റുക. എല്ലാറ്റിനും അവർ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് എത്താൻ കൂടുതൽ സമയമെടുക്കുക, സ്ട്രഗിളിങ് അനുഭവിക്കുക, മാനസികമായിട്ട് വിഷമം അനുഭവിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ ഈ പേര് അത് നന്നായിട്ട് കുട്ടീനെ ബാധിക്കുന്ന ഒരു പേരാണ്. കാരണം കൂടുതൽ കാലതാമസം ഉണ്ടാക്കാൻ അതാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ഏറ്റവും ഒരു നല്ല പേര് വേണ്ട ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. അതിന് കൃത്യമായിട്ടുള്ള ഒരു പേര് തന്നെ ആയിരിക്കണം കേട്ടോ. അപ്പോൾ അതാണ് ആരതി PS എന്നുള്ളതിൻ്റെ അവസ്ഥ. നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത്? ആ പേരിന് ഒരു മോസ്റ്റ് ലക്കിയസ്റ്റ് ആയിട്ടുള്ള പേരാക്കണം. അങ്ങനെ ഭാഗ്യദായകമായിട്ടുള്ള ഒരു പേരാകുമ്പോഴാണ് കൂടുതൽ എളുപ്പമാകുള്ളൂ കാര്യങ്ങൾ. ഇല്ലെങ്കിൽ എല്ലാം കടുകട്ടിയാകും. അതാണ് ആ ഡേറ്റ് ഓഫ് ബർത്തിൽ ഇതും. പക്ഷേ ഡേറ്റ് ഓഫ് ബർത്ത് അങ്ങനെ മോശം എന്നല്ല അർത്ഥം. പക്ഷേ അതിനനുകൂലമാകുന്ന പേര് വേണം. അപ്പോഴാണ് ഉയർച്ചയിലേക്കൊക്കെ നന്നായിട്ട് പോവുക. അപ്പോൾ ഈ പേരിൽ മാറ്റം വരുത്താൻ നമുക്ക് അച്ഛൻ്റെ പേര് വെച്ച് നോക്കാം, അല്ലെങ്കിൽ തറവാട്ട് പേര് വെച്ച് നോക്കാം. അച്ഛൻ്റെ പേര് സുനിൽ, അമ്മയുടെ പേര് മിനി അല്ലേ? സുനിൽ എന്നാണ് പേര് പറഞ്ഞത്? സുനിൽ. ആരതി സുനിൽ ആകുമ്പോൾ നല്ലൊരു പേരായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ റെക്കോർഡിലും എല്ലാ സ്ഥലത്തും അത് മാറ്റിയിട്ട് അങ്ങനെ ഒരു എനർജിയിൽ കൊണ്ടുവരികയാണെങ്കിൽ കുട്ടിക്ക് കൂടുതൽ ഭാഗ്യദായകമാണ്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ അവസ്ഥയായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുക. ഇപ്പോഴുള്ള അവസ്ഥ നമ്മൾ ന്യൂമറോളജിയിൽ കണ്ട കാര്യം പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ
പഠിക്കാൻ പോയിട്ട് പിന്നെ ഇത് ആയുർവേദ ഇത് പഠിക്കാൻ അതുമെല്ലാം പോയി. പൈസ പോയത്. ഇപ്പൊ പിന്നെ കമ്പ്യൂട്ടർ പഠിക്കും. അതൊക്കെ തീരാറായി. എങ്ങോട്ടും ഒരു ഇതാകുന്നില്ല. അതന്നെ. ആ പേരിലൊരു മാറ്റം വേണം. പേരിൽ ആദ്യം തന്നെ ഞാൻ നോക്കിയിട്ട് പറഞ്ഞ കാര്യം അതാണ്. എല്ലാത്തിനും നമുക്ക് സ്ട്രഗിളിങ്ങും കാലതാമസവും അതിൽ പറയേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ അത് ആഗ്രഹിച്ച് പോകുമ്പോൾ അത് അങ്ങനെ വരുന്നത് മോശമായിട്ടുള്ള കാര്യമല്ലേ. അപ്പോൾ ആ പേരിലൊരു മാറ്റം വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക. കൂടുതൽ ആരതി സുനിൽ എന്നാക്കുക. അപ്പോൾ ഒരു നല്ല ഒരു പേരായിട്ട് വരും. ആരതി എന്നുള്ളത് സ്പെല്ലിങ്ങും ഇങ്ങനെ ആക്കുക. ARATHY ആക്കുക. ഐ മാറ്റിയിട്ട് വൈ ആക്കുക. എന്നിട്ട് പിന്നെ സുനിൽ എന്നും കൂടി ആക്കുക. അപ്പോൾ ആരതി സുനിൽ. അപ്പോൾ അത് വളരെ ഭാഗ്യമായിട്ട് വരുന്ന ഒരു പേരാണ് കുട്ടീനെ സംബന്ധിച്ചിടത്തോളം. അവരാഗ്രഹിക്കുന്ന രീതിയിലേക്കൊക്കെ ഉയരാനും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാനൊക്കെ സാധിക്കും കേട്ടോ. അപ്പോൾ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ കേട്ടോ. വേറെ ഇപ്പൊ നിങ്ങളല്ല, ആ കുട്ടി എന്താണോ ആഗ്രഹിക്കുന്നത് ആ രീതിയിലാകാനുള്ള സാധ്യത അതിന് നമുക്ക് കാണാനുണ്ട്. അപ്പോൾ അതുമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ ഈ പേര് വെച്ച് പോകുമ്പോൾ ഇതേപോലെ തന്നെ തുടങ്ങിയും മുടങ്ങിയും ഒക്കെ ഉള്ള അവസ്ഥയാണ് കാണുന്നത്. അപ്പോൾ അത് കുറച്ചും കൂടി ഓക്കെ. എന്തായാലും പേരിന്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. ശരി, ഓക്കെ. അപ്പോൾ ഓക്കെ, വെൽക്കം. അപ്പോൾ പേഴ്സണാലിറ്റി നമ്പർ 1, ലൈഫ് പാത്ത് നമ്പർ 8. അപ്പോൾ അങ്ങനെ വരുമ്പോഴേ സൂര്യൻ്റെയും ശനിയുടെയും എനർജിയാണ് ഒന്നിച്ച് ഡേറ്റ് ഓഫ് ബർത്തിൽ വന്നിരിക്കുന്നത്. അതെ, ജ്യോതിഷം മനസ്സിലാക്കിയവർക്കൊക്കെ മനസ്സിലാകാം. സൂര്യനും ശനിയും കൂടിയും വരുമ്പോഴേക്കും ഒരിക്കലും സപ്പോർട്ടീവായിട്ടുള്ള എനർജി അല്ല പൊതുവെ കാണാറ്. ഡേറ്റ് ഓഫ് ബർത്തിൽ ഒരാളുടെ വരികയാണെങ്കിലും ഇതേ അവസ്ഥ തന്നെയാണ് ന്യൂമറോളജിയിലും പറയേണ്ടത്. എല്ലാം ജ്യോതിഷം പോലെ അല്ല എങ്കിലും ചില കാര്യങ്ങൾ അതുമായിട്ട് നല്ല സാമ്യമുണ്ട് താനും. അപ്പോൾ ഈ പേഴ്സണാലിറ്റി നമ്പർ 1, ലൈഫ് പാത്ത് നമ്പർ 8 വരുമ്പോൾ തീർച്ചയായിട്ടും അതാണ് പറയേണ്ടത്. നല്ലൊരു പേരാണെങ്കിലോ ഈ രണ്ട് കാര്യവും ഇത് ഓപ്പോസിറ്റ് ആണെങ്കിലും അത് അനുകൂലമാക്കി ഇതിൻ്റെ, അതായത് സൂര്യന് അതിൻ്റേതായിട്ടുള്ള എനർജി ഉണ്ട്. ലീഡറാണ്, രാജാവാണ്, അങ്ങനെയൊക്കെയാണ് നമ്മൾ സൂര്യനെ ഈ ന്യൂമറോളജിയിൽ വ്യാഖ്യാനിക്കുക. അതേസമയം 8 ശനിയാണ്, ന്യായാധിപനാണ്. ഇപ്പോൾ രാജാവാണെങ്കിൽ പോലും ന്യായാധിപൻ്റെ അടുക്ക അനങ്ങാൻ വേണ്ടി പറ്റില്ല അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥയാണ്. അപ്പോൾ രണ്ടും തുല്യ ശക്തികളാണ്. ആർക്കും അല്ലേ, എന്തായാലും രാജാവില്ലാണ്ട് ബാക്കി കാര്യങ്ങൾ നടക്കില്ല. ഈ രീതിയിലുള്ള രണ്ട് വലിയ ശക്തികളാണ്. അപ്പോൾ ഈ എനർജീനെ നമുക്ക് അനുകൂലമാക്കി, ശക്തമായിട്ടുള്ള എനർജിയാണ്, അത് അനുകൂലമാകുമ്പോഴോ മറ്റുള്ളവരെക്കാൾ വേഗത്തിൽ അവർക്ക് മുന്നേറാനും സാധിക്കും. അനുകൂലമല്ലെങ്കിലോ എൻ്റെ അവസ്ഥ ഒന്നുകിൽ ശക്തമായി മുകളിലേക്ക് പോകും, അല്ലെങ്കിൽ ശക്തമായിട്ട് താഴോട്ട് പോകും. രണ്ടിനും ശക്തി കുറച്ച് കൂടുതലാണ് എന്ന് ചുരുക്കം. അപ്പോൾ അതുകൊണ്ടാണ് ഇവർക്ക് എന്താ പറയുക, നല്ലൊരു പേര് നിർബന്ധമാണെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഭാഗ്യത്തിന് ആ കുട്ടിയുടെ പേര് കുട്ടിയുടെ ഭാഗ്യത്തിന് കിട്ടി എന്നുള്ളതാണ്. ഇനി അവർ ഉപയോഗിക്കോ ഇല്ലയോ എന്നുള്ളതാണ്. അത് വേറൊരു കാര്യം. നമുക്ക് എന്ത് കാര്യവും നമ്മുടെ കൺമുന്നിൽ നമുക്ക് തന്നു കഴിഞ്ഞാൽ പോലും ഉപയോഗിക്കുക എന്നുള്ളതും നമുക്കൊരു യോഗം തന്നെ വേണം. അപ്പോൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി മാത്രമേ സാധിക്കുള്ളൂ. നമുക്ക് വീണ്ടും കോൾ വന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോളിലേക്ക് തന്നെ പോവാം. ഹലോ, നമസ്കാരം. പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? എൻ്റെ പേര് സുനൂഷ് എന്നാണ്. എന്താണ്? സുനൂഷ് എന്നാണ്. SUNUSH എന്നാണ് സ്പെല്ലിംഗ് വരുന്നത്. SUNUSH അല്ലേ? സുനൂഷ്. SUNUSH. സുനൂഷ് രാജു. RAJU. ഓക്കെ. വേറെ ഇനിഷ്യൽ വല്ലതും ഉണ്ടോ? ഇനിഷ്യൽ ഒന്നുമില്ല. RAJU എന്ന് മാത്രമേ, രാജു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. ഇനി ഡേറ്റ് ഓഫ് ബർത്ത് പറയും. ഡേറ്റ് ഓഫ് ബർത്ത് 17/12/1989. 17/12/1989. സനൂഷ് രാജ്. 17/12/1989. ഞാൻ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം. ഒന്ന് ഹോൾഡ് ചെയ്യണം. ഓക്കെ. ഹലോ, കേൾക്കാമോ? ഹലോ, കേൾക്കാമോ? ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കാണുമ്പോൾ ചോദിക്കേണ്ടത് എന്തുവരെ പഠിച്ചു? ഞാൻ ഡിപ്ലോമ ഹോൾഡറാണ്. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ബിസിനസ് ചെയ്തിരുന്നു.
കഴിഞ്ഞ വർഷം വരെ. എനിക്കൊരു ആക്സിഡന്റ് പറ്റിയതിന് ശേഷം തൽക്കാലം നിർത്തി വെച്ചേക്കുവാണ്. ഓഹോ, ഓക്കെ. അപ്പോൾ ഇതിൽ നമുക്ക് പറയാനുള്ളത് ഇപ്പോൾ ഈ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 38 വരുന്നതാണ്. അപ്പോൾ അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സപ്പോർട്ടീവ് അല്ലാത്തൊരു പേര് തന്നെയാണ്, സുനൂഷ് രാജു എന്നുള്ളത്. അപ്പോൾ ഈ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ട് ഞാൻ എത്ര പേര് പഠിച്ചു എന്ന് ചോദിച്ചത്, ഉന്നത വിദ്യാഭ്യാസത്തിന് ഇതിൽ യോഗമുണ്ട്, പേരിൻ്റെ എനർജി കൊണ്ട് തടസ്സം വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പം അറിവ് ഒരുപാട് ശേഖരിക്കാനുള്ള വളരെ ശക്തമായിട്ടുള്ള എനർജി ഇതിൽ കാണുന്നുണ്ട്. പക്ഷേ ഈ പേരിൻ്റെ എനർജി കൊണ്ട് അതിന് ബ്ലോക്ക് വരുന്നുണ്ട്. പിന്നെ ഒരു പാണ്ഡിത്യം, അതൊക്കെ നിങ്ങൾക്ക് ഏത് കാര്യത്തിലും നേടിയെടുക്കാം. അതിൻ്റെ ഏത് ലെവലിൽ പോകണമെങ്കിലും ആ ഒരു ഏരിയയുടെ അതിൻ്റെ ഏറ്റവും ടോപ്പായിട്ടുള്ള അറിവ് വരെ നിങ്ങൾക്ക് പിന്നെ ശേഖരിക്കാനുള്ള ഒരു എനർജി ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വലിയ മാസ്റ്ററായിട്ട് നിൽക്കാനും നിങ്ങൾക്ക് പറ്റും. പക്ഷേ നിങ്ങൾക്ക് പേര് കൃത്യമായിട്ട് ബ്ലോക്ക് ചെയ്യാണ്. കാരണം ശനിയുടെ എനർജിയാണ് നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നതെങ്കിലും ഒരിക്കലും ശനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല, ഡാർക്ക് ഏരിയ, ഡാർക്ക് എനർജിയാണ്. പൊതുവെ ശനീശ്വരൻ എന്നാണ് ഡാർക്കായിട്ട് കട്ടി നീല എന്നുള്ള ഒരു സങ്കല്പമാണ് നമ്മൾ പൊതുവെ ശനിയുടെ പറയാം. അതേസമയം പിന്നെ ചന്ദ്രൻ്റെ എനർജിയിലാണ് പേര്, നിലാവ്. അത് ഇതിലും രണ്ടുമായിട്ട് യോജിക്കുന്നില്ല. നമ്മളെ മാനസികമായിട്ട് സംഘർഷത്തിലാക്കിക്കുന്ന കാര്യമാണ് കൂടുതലായിട്ടും അതിൽ പറയാനുള്ളത്. അപ്പോൾ അതിനെ ഒന്ന് ബെസ്റ്റ് ആക്കിയിട്ട് തന്നെ മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഈ സനൂഷ് രാജു എന്നുള്ളതിൽ എന്തെങ്കിലും സ്പെല്ലിങ് മാറ്റിയിട്ടോ, ഇനി അതല്ല അമ്മയുടെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം വെച്ചിട്ടോ, അല്ലെങ്കിൽ തറവാട്ട് പേരിൻ്റെ അക്ഷരമൊക്കെ വെച്ചിട്ട്, ഇപ്പോൾ രാജു എന്ന് ഫാദർ പേരാണോ? ഫാദറിൻ്റെ പേരാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തറവാട്ട് പേരിൻ്റെ ആദ്യത്തെ അക്ഷരം വെച്ച് നോക്കാം, അല്ലെങ്കിൽ അമ്മയുടെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം വെച്ചേക്കാം. ഇതൊക്കെ ഓപ്ഷനാണ്. ഇനി അതല്ല രാജു എന്ന് കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും പേര്, അതായത് അച്ഛൻ്റെ പേര് പൂർണ്ണമായിട്ടുള്ള പേര് വേണമെങ്കിൽ ഉൾപ്പെടുത്താം. അതൊക്കെ ചെയ്യാം. അച്ഛൻ്റെ പേര് പൂർണ്ണമായിട്ട് രാജു ടി കെ എന്നാണ്. ടി കെ എന്ന് എന്തായാലും വേണ്ട. അമ്മയുടെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം എന്താണ്? അമ്മയുടെ എസ് ആണ്, സൂസമ്മ എന്നാണ് പേര്. സൂസമ്മ. ഓക്കെ, അതിൽ ബെസ്റ്റായിട്ട് നമുക്ക് ആകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്ത് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഭാഗ്യത്തിനെ നിങ്ങൾക്ക് അട്രാക്ട് ചെയ്ത് ജീവിതത്തിനെ കുറേ ഈസി ആക്കുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു എനർജി ആയിട്ട് മാറും. എങ്ങനെ? സനൂഷ് എസ് രാജു. അതെ, സോറി, സുനൂഷ് എസ് യു, സ്പെല്ലിംഗ് അത് തന്നെ, പ്രൊനൗൺസിയേഷൻ മാറിയതാണ്. അപ്പോൾ സുനൂഷ് എസ് രാജു എന്ന് വെക്കുമ്പോഴേ പിന്നെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു പേരായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് മുന്നോട്ട് പോവുക, കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകും. ഇല്ലെങ്കിൽ ഇത് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലൊക്കെ കുറച്ചൊക്കെ പോകാൻ വേണ്ടി പറ്റും. പക്ഷേ നമ്മൾ മാനസിക സംഘർഷം കൂടുതലാണ്. അതാണ് ഇതിൻ്റെ ഒരു ഫലം പറയേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, ഈ പേരല്ല, നിങ്ങൾക്ക് മറ്റൊരു പേരിൻ്റെ എനർജി ആണെങ്കിൽ ഉന്നത വിദ്യാഭ്യാസം, ഇതിൽ ഉന്നത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പം മോശമാണെന്നല്ല പറയുന്നത്, അതിലും ഉപരിയായിട്ട് അതിൻ്റെ ഏറ്റവും ടോപ്പ് ലെവലിലേക്ക്, നിങ്ങൾ പഠിച്ച കാര്യത്തിൻ്റെ ഏറ്റവും ഹൈ ലെവലിലേക്ക് തന്നെ നിങ്ങൾക്ക് പോകാനുള്ള എനർജി ഉണ്ട്. അത് പഠിച്ചെടുത്ത് മനസ്സിലാക്കിയിട്ട് അപ്ലൈ ചെയ്യാനും ഒക്കെയുള്ള ബുദ്ധിയും ഉണ്ടാവേണ്ട ഒരു എനർജിയാണിത് കേട്ടോ. അപ്പോൾ ഈ സുനൂഷ് എസ് രാജു എന്ന് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു പേരായിട്ട് വരും. പിന്നെ വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്നും കൂടി നോക്കാം. ഹലോ, സുനൂഷ് രാജ് എന്ന് വെച്ച് കഴിഞ്ഞാലും കുഴപ്പമില്ല, പക്ഷെ അതിനേക്കാണ് ഏറ്റവും നല്ലത് സുനൂഷ് എസ് രാജു എന്ന് വെക്കുന്നതാണ് കേട്ടോ. ഓക്കെ, അങ്ങനെ വെച്ചുകൊണ്ട് വേറെ എന്തെങ്കിലും അറിയാനുണ്ടോ? വേറെ ഞാൻ മാരീഡാണ്. അപ്പം അങ്ങനെ എന്തെങ്കിലും നമ്മുടെ വൈഫിന്റെ ആ പേരുമായിട്ടൊക്കെ എന്തെങ്കിലും വിഷയങ്ങളോ കാര്യങ്ങളോ എല്ലാം വരുന്നുണ്ട്? ഇത് പൊതുവേ നമുക്ക് എന്നാ പറയാം, ഇങ്ങനൊരു പേരും ഈ ഒരു എനർജിയും വെക്കുമ്പോഴേക്കും റിലേഷൻഷിപ്പിൽ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. കാരണം ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, ശനി എന്നേക്ക് അനുകൂലമാകുന്ന ഒരു പേരായിരിക്കണം. അപ്പോഴാണ് റിലേഷൻഷിപ്പിന് ഒക്കെ അനുകൂലമാവുള്ളൂ. പൊതുവേ ശനീശ്വരൻ ഈ റിലേഷൻഷിപ്പിന് നമുക്ക് ബാക്കിയുള്ള എനർജി കൊണ്ടാണ് അത് മികച്ചതാവേണ്ടത്. അല്ലാതെ ശനിയുടെ എനർജി പിന്നെ ഇങ്ങനെയുള്ള പ്രണയം അല്ലെങ്കിൽ അതിനൊന്നും വലിയ സപ്പോർട്ട് നൽകാത്തൊരു എനർജിയാണ് പൊതുവേ കാണാറ്. പക്ഷെ അതുപോലെ നിങ്ങൾക്ക് ആ പേരിലും തന്നെ അതുപോലെ വന്നതുകൊണ്ട് അത് മികച്ചതായിരിക്കണം. പിന്നെ നിങ്ങളുടെ കമ്പാറ്റിബിലിറ്റി, അതായത് മാരേജ് പിന്നെ വൈഫിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് എത്രയായിരുന്നു? വൈഫിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യം എനിക്ക് അറിയില്ല. ശരി, 92 2-ലാണോ? ഏതാ? അല്ല, ജനിച്ചത് 2-ലാണോ?
92-ലാണ്. അതല്ല, നമുക്ക് ഡേ ഇമ്പോർട്ടൻ്റ്, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അതിലത്തെ എല്ലാം എങ്കിലേ നമുക്ക് അതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും കൂടുതലായിട്ട് എന്തെങ്കിലും പറയാൻ വേണ്ടി പറ്റുള്ളൂ, കമ്പാറ്റബിലിറ്റിനെ കുറിച്ചിട്ട്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ പേര് ഇങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങൾ ജീവിതത്തിലുണ്ടാവും, അനുകൂലമാവും കുറേ കാര്യങ്ങൾ. അത് ദാമ്പത്യത്തിലാണെങ്കിലും ഏതിലും നിങ്ങൾക്ക് അനുകൂലമാകുന്ന ഒരു എനർജി ആയിരിക്കും. ഏത് ഭാഗ്യദായകമാകും. എല്ലാ കാര്യവും ആഗ്രഹിക്കുന്ന പോലെ നമ്മളിലേക്ക് എളുപ്പം എത്തും. അല്ലെങ്കിൽ നമുക്ക് എന്ത് കാര്യം നേടണമെങ്കിലും ഒരു മല കയറി മറിയുന്ന അവസ്ഥ നിങ്ങൾക്കുണ്ടാകും. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു പേര് വളരെ കൂടുതൽ എളുപ്പമായി മാറും. തീർച്ചയായിട്ടും ആ പേരിലേക്ക് മാറ്റം വരുത്തേണ്ട കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് അതിന് കൊടുക്കുന്ന പൈസയോ അല്ലൊന്നും പിന്നെ എന്താ പറയുക വലുതാണെന്ന് കരുതേണ്ട യാതൊരു ആവശ്യമില്ല. ജീവിതത്തിലേക്ക് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും കേട്ടോ. അത് നിയമപ്രകാരം തന്നെ എങ്ങനെയാണ് മാറ്റേണ്ടതെന്നുള്ള കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കുക. അതൊക്കെ പിന്നെ സോഷ്യൽ മീഡിയാസിലെല്ലാം വീഡിയോ നോക്കിയാൽ മതി. ഹൗ ടു ചേഞ്ച് നെയിം ഇൻ കേരള ഗസറ്റഡ് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ട് സമയം കളയണ്ട, അതുകൊണ്ടാണ്. പക്ഷേ ഇത് കണ്ടിട്ട് എനിക്ക് നിങ്ങളുടെ ആ ഒരു വിഷമം മനസ്സിലാവുന്നതുകൊണ്ടാണ് ഞാൻ ഇത് ആവർത്തിച്ച് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പ്രോഗ്രാമിൽ പറയുന്നതിൽ ഉപരിയായിട്ട് അങ്ങനെ പറയാനും പറ്റില്ലല്ലോ പ്രോഗ്രാമിലൂടെ. അതുകൊണ്ട് ആ ഒരു വിഷമവും ഉണ്ട് എനിക്ക് പറയുന്നതിൽ. അതുകൊണ്ട് പിന്നെ അത് പറഞ്ഞിട്ട് പ്രശ്നങ്ങളെ കുറിച്ചിട്ട് കൂടുതൽ പറയുന്നതിനെ കൊണ്ട് അർത്ഥമില്ല. അപ്പോൾ അതിൻ്റെ പരിഹാരത്തിനെ കുറിച്ചിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഇതുപോലെ പേരിനെ അങ്ങനെ മാറ്റിയിട്ട് പോവും. അത് വലിയൊരു മാറ്റത്തിന് നിങ്ങൾക്ക് കാരണമാകും. ഓക്കെ, എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. ഓക്കെ, ശരി. അപ്പോൾ പേഴ്സണാലിറ്റി നമ്പർ 8, ലൈഫ് പാത്ത് നമ്പർ 2 അവരുടെ പേരും ഇതൊക്കെ വെച്ചിട്ട് പിന്നെ നോക്കുമ്പോൾ പൊതുവെ അദ്ദേഹത്തിന് ഉന്നത വിദ്യാഭ്യാസം അതൊക്കെയാണെന്ന് ഫലം പറയേണ്ടത്. പൊതുവെ ശനി മുന്നിൽ നിൽക്കുന്ന എനർജിക്ക് കൃത്യമായിട്ടുള്ള പേര് വേണം. ഇല്ലെങ്കിൽ ശനി കുറച്ച് എന്താ പറയുക മങ്ങി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ സപ്പോർട്ടല്ലാത്ത അവസരത്തിൽ ഒരിക്കലും ബന്ധങ്ങളെ സപ്പോർട്ട് ചെയ്യില്ല. പലപ്പോഴും നമ്മൾ ചെറിയ പിണക്കമായിരിക്കും. ചെറിയ പിണക്കമാകുമ്പോൾ നമ്മൾ പൊതുവെ വിചാരിക്കുക അവർ ശരിയാക്കും അല്ലെങ്കിൽ ഇവർ ശരിയാക്കും, ഇനി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് അത് ശരിയായി വരും. എങ്കിൽ ശനി കുറച്ച് ദോഷമായി നിൽക്കുമ്പോൾ കുറച്ചകന്നു കഴിഞ്ഞാൽ കൂടുതൽ അകലെയാണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. അതല്ലാതെ ഒരിക്കലും അത് ഏതെങ്കിലും ഒരു എനർജി കൊണ്ട് അതൊന്ന് ശരിയായി കിട്ടും ഇല്ലതല്ല. നിങ്ങൾ തന്നെ മുൻകൈ എടുക്കണം അത് ശരിയാവാൻ. അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് അത് ശരിയാവും എന്ന് വിചാരിക്കരുത്. അതുപോലെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു മൂന്നാമതൊരു കക്ഷിയെ, പുറത്തുനിന്നുള്ളൊരു കക്ഷിയെ വേണം അതിൽ ഇടപെടിക്കാൻ. കാരണം ഇതിൽ ഇങ്ങനെയുള്ള ദാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളിലൊക്കെ നമ്മുടെ വീട്ടുകാർ നമ്മുടെ ഭാഗത്തും അവരുടെ വീട്ടുകാർ അവരുടെ ഭാഗത്തേ നിൽക്കുള്ളൂ. അപ്പോൾ രണ്ടുപേരും യുദ്ധത്തിലാണ് ഇറങ്ങുക. പൊതുവെ എന്താണ് വേണ്ടത്? രണ്ടുപേരെയും കേൾക്കാനും രണ്ടുപേരോടും കാര്യങ്ങൾ പറയാനും പറ്റുന്ന മൂന്നാമനെ ഉൾപ്പെടുത്തുക, അല്ലെങ്കിൽ ഒരു കൗൺസിലറൊക്കെ ആയിരിക്കും ഏറ്റവും നന്നാകുക. അങ്ങനെയൊക്കെ ഉള്ളവരെ ഇടപെടുത്തുന്നതാണ് വിവാഹ ബന്ധത്തിനൊക്കെ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക്. അതായത് ഈ ശനി കുറച്ച് സ്ട്രഗിളിംഗ് ആയിരിക്കുന്ന സമയത്ത് ബന്ധങ്ങളിൽ വരുന്ന പ്രശ്നങ്ങൾ ശരിയാക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം ഇതാണ്. പിന്നെ അതുപോലെ ശനി പ്രീതിക്കുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് മറ്റ് കാര്യങ്ങൾ. അത് നമ്മൾ ചെയ്യണം. പിന്നെ നമ്മുടെ ജീവിതത്തിലും കുറേ കാര്യങ്ങൾ കൊണ്ടുവരാം ശനി കുറച്ച് മോശാവസ്ഥയിലൂടെ പോകുമ്പോൾ. അത് നമുക്ക് പിന്നൊരു അവസരത്തിൽ പറയാം. നമുക്ക് അടുത്തൊരു കോൾ വന്നിട്ടുണ്ട്, കോളിലേക്ക് തന്നെ പോവാം. ഹലോ, നമസ്കാരം. പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? നവ്യ ശശിധരൻ. നവ്യയുടെ കാര്യം അറിയാൻ വേണ്ടിയിട്ടാണോ? അതെ അതെ. ഓക്കെ, നവ്യ ശശിധരൻ അല്ലേ? വേറെ എന്തെങ്കിലും ഇനീഷ്യൽ ഉണ്ടോ? ഇല്ല. ഡേറ്റ് ഓഫ് ബർത്ത് പറയും. 16/6/2000. 16/6/2000. നവ്യ ശശിധരൻ. അപ്പോൾ NAVYA SASDARAN കറക്റ്റാണല്ലേ? H ഉണ്ട്, D. അതാണ് ഇപ്പം പലർക്കും ഈ എന്താ പറയുക സ്പെല്ലിങ് ചോദിക്കുന്നതിൻ്റെ കാര്യം. ചിലവർ H ഇടും, ചിലവർ H ഇടില്ല, ചിലവർ I ഇടും, ചിലവർ Y ആയിരിക്കും ഇടുന്നത്. അപ്പം അങ്ങനെയൊക്കെയുള്ള പ്രശ്നം കേൾക്കാൻ പറ്റുന്നില്ല. ഓക്കെ, ഞാൻ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം. 16/6/2000 തന്നെ അല്ലേ? അതെ അതെ. ശരി, ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം.
കേൾക്കാമോ? ഓക്കെ. പേഴ്സണാലിറ്റി നമ്പർ 7, ലൈഫ് പാത്ത് നമ്പർ 6. വലിയ ദോഷമില്ല. പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കുകയാണെങ്കിൽ. പിന്നെ പേരിൻ്റെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ബെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ആവറേജ് ആയിട്ടുള്ള പേരെന്നേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ അത് മാത്രമല്ല, അതിൽ എന്താ പറയുക, നമ്മൾ പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങൾ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കും. അതും ശ്രദ്ധിക്കേണ്ട ഒരു എനർജിയാണ്. അതാണ് അതിൽ പെട്ടെന്ന് നമുക്ക് ഫസ്റ്റ് ലുക്കിൽ അതിൽ പറയാൻ വേണ്ടി പറ്റുന്ന കാര്യം. ഓക്കെ. ആ പേരിൽ കുറച്ച് മാറ്റം വരുത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. പേരിലിപ്പം പിന്നെ ശശിധരൻ എന്നുള്ള പേര് അല്ലെ എസ് എന്ന് മാത്രം വെച്ചുകൊണ്ട് നോക്കാം, അല്ലെ അമ്മയുടെ പേരിൻ്റെ വേറൊരു ലെറ്റർ ആഡ് ചെയ്യാം. അമ്മയുടെ പേര് ഉഷ. ഉഷ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ അത് ഒരു ഭാഗ്യദായകമായിട്ടുള്ള പേരായിട്ട് വരും. നവ്യ യു ശശിധരൻ എന്ന് വേണം. ഓക്കെ. അങ്ങനെ വരുമ്പോൾ നല്ല ഭാഗ്യദായകമായിട്ടുള്ള പേര് തന്നെയാകും. ആഗ്രഹിക്കുന്ന രീതിയിലേക്കൊക്കെ ഉയരാനൊക്കെയുള്ള എനർജി അതിൽ വരും. സൂര്യൻ്റെ എനർജിയിൽ വരുന്ന വൺ ഓഫ് ദ ലക്കിയസ്റ്റ് ഏഞ്ചൽ നമ്പറാവും. ഇതേ എനർജിയിൽ പോകുമ്പോഴേക്കും ഈ ആദ്യം പറഞ്ഞ പോലെ പിന്നെ ഇനിയുള്ള കാര്യം പറയുകയാണെങ്കിലും അതുപോലെ തന്നെയാണ് പറയേണ്ടത്. ഉയർച്ച താഴ്ചകളും പിന്നെ അതിൻ്റേതായിട്ടുള്ള കാലതാമസവും അപ്രതീക്ഷിത മാറ്റങ്ങൾ, അതാണ് ഏറ്റവും ആദ്യം പറയേണ്ടത്. അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ അതിൽ പറയാനുണ്ട്. അപ്പോൾ നവ്യ യു ശശിധരനോ അല്ലെങ്കിൽ ശശിധരൻ യു എന്ന് വേണമെങ്കിൽ ഇടാം. അപ്പോൾ നല്ല പേരായിട്ട് വരും. പിന്നെ വേറെ എന്താണ് അറിയേണ്ടത്? ജോലിയുടെ കാര്യത്തിൽ ഓക്കെ, ഞാൻ പറയാം. ഈ വർഷം ശ്രമിച്ചിട്ടില്ലേ ജോലിക്കൊന്നും? ഒരു ചെറിയ ജോലി ഉണ്ട്. അപ്പോൾ അങ്ങനെ ജോലി ചെയ്യുന്ന അങ്ങനെ എന്താ പറയുക, ജോലിയിൽ അങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും കാണുന്നില്ല. പക്ഷേ ഈ വർഷം ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ആഗ്രഹിക്കുന്ന പോലെയുള്ള ജോലിയൊക്കെ കൊണ്ട് നടക്കേണ്ട ആളായിട്ടാണ് കാണുന്നത്. ഈ ഒരു വർഷം ആഗ്രഹിക്കുന്നത്. അടുത്ത വർഷവും ജോലി സംബന്ധമായിട്ട് വലിയ പ്രശ്നങ്ങൾ വരുന്നില്ല. ജോലിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നതിൽ നല്ല കാര്യങ്ങളാണ് പറയാനുള്ളത് അടുത്ത വർഷവും. അത് മറ്റ് ജോലിയുടെ കാര്യത്തിൽ മാത്രമാണ്. പിന്നീട് ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു 100% ആയിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ അപ്പുറത്തെ വർഷം വരുമ്പോഴാണ് കൂടുതൽ അനുകൂലമാകുന്നത്. ഓക്കെ. ഓക്കെ. എന്തായാലും ഈ പേര് വെച്ചുകൊണ്ട് പോകുമ്പോഴേക്കും ഇപ്പോഴുള്ള അവസ്ഥ തന്നെയാണ് ഉദ്ദേശിക്കുന്ന പോലെ ഒരു മോസ്റ്റ്ലി ലക്കിയസ്റ്റ് ഭാഗ്യദായകമായിട്ടുള്ള ഒരു ഉയർച്ചയിൽ അതിനൊരു കാലതാമസം കാണുന്നുണ്ട് കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, കാര്യം ഓർമ്മയുണ്ടല്ലോ. പേരിന്റെ കാര്യം അതന്നെ. അപ്പോൾ അത് എന്നെ മകളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. എളുപ്പമാണ്. അമ്മയുടെ പേരിന്റെ യു ആഡ് ചെയ്യുമ്പോഴേക്കും എന്നെ വലിയ മാറ്റങ്ങളാണ് എനർജി ലെവലിൽ വരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് ഹാപ്പി ആയിട്ട് അങ്ങനെ ഉപയോഗിക്കുക. അപ്പോൾ വലിയ മാറ്റങ്ങൾ കണ്ട് മനസ്സിലാക്കുക ജീവിതത്തിൽ. ഓക്കെ. അത് നിയമപ്രകാരം തന്നെ മാറ്റാൻ പറ്റിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ലത്. ഓക്കെ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഗുണങ്ങൾ ഉണ്ടാകും. നമ്മൾ എന്തെങ്കിലും ഒരു മാറ്റം വരാണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം സംഭവിക്കുമെന്ന് വിചാരിച്ച് നിൽക്കുന്നതിൽ വലിയ കാര്യമില്ല. നമ്മൾ ഒരു മാറ്റം വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ. അല്ലാതെ പിന്നെ മാറ്റത്തിന് വേണ്ടിയിട്ട് അല്ലെ നമുക്ക് കാറ്റടിക്കുമ്പോഴേ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളതല്ല, നമ്മളെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് പോവുക കേട്ടോ. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഞാൻ ഉദ്ദേശിച്ചത് കാറ്റടിച്ചിട്ട് കപ്പൽ പോകുന്ന പോലെ നമുക്കതിനെ നിയന്ത്രിക്കാൻ വേണ്ടി പറ്റണം. അതാണ് നമ്മുടെ കഴിവ്. അല്ലാതെ അപ്പൂപ്പൻ താടി പോലെ പറക്കരുത്. ഓക്കെ. എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. ഓക്കെ, ശരി. അപ്പോൾ പിന്നെ പേഴ്സണാലിറ്റി നമ്പർ 7, ലൈഫ് പാത്ത് നമ്പർ 6 ആണ്. അപ്പോൾ അതിന് രാഹുവിൻ്റെ എനർജിയിലാണ് പേരിരിക്കുന്നത്. അപ്പോൾ രാഹുവിൻ്റെ എനർജിയിൽ പേരിരിക്കുമ്പോൾ എന്തായാലും വലിയ ദോഷം പറയാനില്ല. എന്ന് വെച്ചിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം അങ്ങനെ നേടിയെടുക്കാൻ അങ്ങനെയുള്ളൊരു അവസ്ഥ അതിൽ കാണാനുണ്ട്. അപ്പോൾ ആവറേജ് എന്നാണ് പറയേണ്ടത്. എന്നിരുന്നാലും രാഹുവിൻ്റെ എനർജിയിൽ വരുമ്പോഴെന്താ, അത് കുറച്ച് അപ്രതീക്ഷിതമായിരിക്കും കാര്യങ്ങൾ. അപ്രതീക്ഷിതം നല്ലതാണ് സംഭവിക്കുന്നതെങ്കിൽ കുഴപ്പമില്ല അല്ലേ. പക്ഷെ നല്ലത് മാത്രമായിരിക്കില്ല. നല്ലത് വരില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നല്ലത് മാത്രമായിരിക്കില്ല. അപ്രതീക്ഷിതമായിട്ടുള്ള മോശമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളേറെ തളർത്തുക.
അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും ഈ ഒരു കൂടിച്ചേരൽ പറയണം. എന്നിരുന്നാലും അതിലത്തെ എല്ലാ എനർജിയും അസുര എനർജി ആയിട്ടാണ് കണക്കുകൂട്ടുന്നത്. അത് അസുര എന്ന് പറഞ്ഞിട്ട് വേറെ എങ്ങനെ തെറ്റും ധരിക്കണ്ട, എനർജീൻ്റെ ഒരിതാണ്. അതായത് കേതു ആയാലും ശുക്രനായാലും രാഹു ആയാലും ഈ 3 എനർജിയും അസുരമായിട്ടുള്ള എനർജിയാണ്. എങ്കിലും അതിനൊരു യോജിപ്പുണ്ട് പരസ്പരം. അതുമാത്രമാണ് അതിലൊരു ഗുണമായിട്ട് വരാനുള്ളത്. പക്ഷേ റിസൾട്ടിൽ ഇതാണ് പറയേണ്ടത്. നമുക്ക് അടുത്തൊരു കോൾ ഒന്ന് വെയിറ്റ് ചെയ്യണം. നമുക്ക് കോളിലേക്ക് തന്നെ പോകാം. ഹലോ, നമസ്കാരം. പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ആരാണ്? താഹിറ. താഹിറയുടെ കാര്യം അറിയാൻ വേണ്ടിയിട്ടാണോ? താഹിറ. താഹിറയുടെ ഫുൾ ആയിട്ടുള്ള പേര് പറയൂ. താഹിറ സി. താഹിറ പി അല്ലേ? താഹിറ എവിടുന്നാ വിളിക്കുന്നത്? ഒറ്റപ്പാലം. ഓക്കെ, ഡേറ്റ് ഓഫ് ബർത്ത് പറയും. 4/4/1990. മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നോ താഹിറ? വിളിച്ചിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡ് കൂട്ടുകാർ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ. താഹിറ കേൾക്കാമോ? പേഴ്സണാലിറ്റി നമ്പർ 4, ലൈഫ് പാത്ത് നമ്പർ 9 ആണ്. 4ഉം 9ഉം 4ൻ്റെയും 9ൻ്റെയും കൂടിച്ചേരലാണ്. അപ്പോൾ 4ൻ്റെയും 9ൻ്റെയും കൂടിച്ചേരലിന് മികച്ചൊരു പേര് വേണം. ഇല്ലെങ്കിൽ അപകടങ്ങൾ അങ്ങനെയൊക്കെയുള്ള എനർജിയൊക്കെയാണ് അതിന് പറയാനുള്ളത്. ഇപ്പോൾ പേരിൻ്റെ അവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും വളരെ ദോഷമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ലഘൂകരിച്ചിട്ട് കാര്യങ്ങൾ പോവുകയും ചെയ്യും. അതാണ് പറയേണ്ടത്. അപ്പോൾ താഹിറ പി എന്നുള്ള പേരിനെ ഒന്ന് ബെസ്റ്റ് ആക്കുക, അതാണ് പറയാനുള്ളത്. അപ്പോൾ എന്താണ് ചെയ്യാൻ പറ്റുക താഹിറ പി എന്നുള്ളതിന്? എന്താണ്? സ്പെല്ലിംഗ് പറഞ്ഞേ. ഷബീർ. ഓക്കെ, ഷമീർ. വീട്ടുപേര് പറഞ്ഞ പാറക്കൽ. PARAKAL ആണോ? പാറക്കൽ. അപ്പോൾ താഹിറ പാറക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു പേരായിട്ട് വരും കേട്ടോ. അപ്പോൾ അത് മിക്കവാറും നിങ്ങളുടെ പാസ്പോർട്ടിലൊക്കെ അങ്ങനെ പാസ്പോർട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ താഹിറ പാറക്കൽ എന്നായിരിക്കും വരിക. അപ്പോൾ അതെടുത്തിട്ട് പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്യുക ആധാർ കാർഡിലും ബാക്കിയുള്ള സ്ഥലത്തൊക്കെ അങ്ങനെ ഉപയോഗിക്കുക. അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ ലക്കിയസ്റ്റ് ആയിട്ടുള്ള പേരാണ്. ഞാൻ ഇല്ലെങ്കിൽ ആദ്യം പറഞ്ഞില്ലേ അതുപോലെയുള്ള പിന്നെ പ്രശ്നങ്ങളൊക്കെയാണ് അതിൽ പറയേണ്ടത്. ചെറിയ ചെറിയ അപകടങ്ങള്, മുറി, എന്ത് അതെ. അതിൽ മെയിനായിട്ട് വരുന്നത് ഇപ്പം പിന്നെ പരസ്പരം എല്ലാ വിമർശനവും ഇതെല്ലാം നമ്മൾ ചെയ്യണമല്ലോ. അപ്പോൾ ഇതിൽ നിങ്ങളുടെ എനർജിയിൽ ആദ്യം പറയേണ്ടത് നിങ്ങൾ എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ തിരിച്ച് സംസാരിക്കാതിരിക്കുന്ന വ്യക്തി ആയിരിക്കില്ല ഒരിക്കലും. നന്നായിട്ട് സംസാരിക്കും. അതും അഗ്രസീവായി ദേഷ്യം വന്നിപ്പോൾ എന്നോട് സംസാരിക്കുന്ന പോലെ ആയിരിക്കണം എന്നില്ല എല്ലാവരോടും. നന്നായിട്ട് അഗ്രസീവായി ദേഷ്യത്തിൽ തന്നെ സംസാരിക്കാനുള്ള ഒരു എനർജിയും ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ പിന്നെ എന്താ പറയുക, നമ്മൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നമ്മൾ സംസാരത്തിൽ എപ്പോഴും സൂക്ഷിക്കണം എന്നുള്ളതാണ് ഇതിൽ ആദ്യം തന്നെ പറയേണ്ടത്. പക്ഷേ അതിനെ കുറച്ചും കൂടി നമ്മളെ പ്രശ്നത്തിലേക്ക് കൂടുതലാക്കുക നമ്മുടെ പേരിൻ്റെ എനർജി കൂടി ആകുമ്പോഴേക്കും അത് പ്രശ്നത്തിലേക്ക് കൂടുതലാക്കുന്ന ഒരവസ്ഥ കാണുന്നുണ്ട്. അപ്പോൾ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേരിന് ഇങ്ങനെ ഒരു മാറ്റം വരുത്തുമ്പോൾ ജീവിതത്തിൽ തന്നെ ഒരു മാറ്റം ഉണ്ടാകും. ഇത് നിങ്ങൾക്ക് അനുകൂലമാക്കും കാര്യങ്ങളെ അനുകൂലമാക്കി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്കൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുന്ന തരം ഒരു പേരാണ് ഇപ്പോൾ ഉള്ളത്. അത് താഹിറ
പാറക്കൽ എന്ന് മുഴുവനാക്കിയിട്ട് വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ഹസ്ബൻഡിൻ്റെ പേരും പൂർണ്ണമായിട്ട് വെക്കുമ്പോഴും അതും ഒരു ബെസ്റ്റായി കിട്ടുന്നില്ല. പക്ഷെ ഇതിൽ നമുക്ക് കിട്ടുന്നുണ്ട്, ബെസ്റ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അതെ, താഹിറ പാറക്കൽ. ഒന്നുകൂടി ഞാൻ സ്പെല്ലിങ് ഞാൻ കൺഫേം ചെയ്യാം. THAHIRA പാറക്കൽ. അത് തന്നെ നേരത്തെ പറഞ്ഞത്. അപ്പോൾ അതാണ്. അപ്പോൾ പേരിനെ എല്ലാ സ്ഥലത്തും അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക. പിന്നെ പറയാനുള്ളത് ഇത് തന്നെ, നമ്മുടെ എന്താ പറയുക, നമ്മൾ കുറച്ചും കൂടി പ്രാർത്ഥനകളിലും കാര്യങ്ങളിലൊക്കെ കുറച്ചും കൂടി ഫോക്കസ് ചെയ്തിട്ട് നമ്മുടെ സംസാരത്തിനെ നമ്മൾ കുറച്ചും കൂടി നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോകണം. അല്ലെങ്കിൽ സംസാരത്തിൽ നമുക്ക് അബദ്ധങ്ങളും പ്രശ്നങ്ങളും വരാനുള്ള സാധ്യത നിങ്ങളുടെ കുറ്റം എന്നല്ല പറയുന്നത്, ആ എനർജിയിൽ അങ്ങനെയാണ് പറയേണ്ടത്. ചിലപ്പോൾ നിങ്ങൾ നല്ലത് വിചാരിച്ചിട്ടായിരിക്കും സംസാരിക്കുന്നത്. പക്ഷെ അത് എല്ലാവരും അങ്ങനെ എടുക്കില്ല. അത് ചിലപ്പോൾ മറ്റുള്ളവർക്ക് വളരെ വിഷമമൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് പോകാനും വേറെ ആരോടും ഞാൻ സംസാരിക്കുമ്പോൾ നമ്മുടെ ഹസ്ബൻഡിനോട് തന്നെ പ്രശ്നങ്ങൾ, വേറെ ആരോടും നമുക്ക് പ്രശ്നങ്ങളില്ല. നമ്മളെ ഹസ്ബൻഡിനോട് പ്രശ്നം, വേറെ ആരോടും സംസാരിക്കാൻ. അതെ അതെ. എന്തായാലും പേര് ഹസ്ബൻഡിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എത്രയാണ്? ഹസ്ബൻഡിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് അവര് 2/2/1992. 2/2/1992. അത് എന്താ പറയുക, പിന്നെ 5-7. അപ്പോൾ എന്തായാലും ഇതിനുള്ളൊരു പരിഹാരമാണ് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. നമുക്ക് ഇതിൽ ഈ പ്രശ്നങ്ങൾ ഇപ്പം ഞാൻ ഒരുപാട് തവണ ഈ 4നെയും 2നെയും കുറിച്ചിട്ട് സംസാരിച്ചതാണ്. അപ്പോൾ അതിൽ കൃത്യമായിട്ട് പറയുന്ന ഒരു എനർജിയാണിത്. അത് രണ്ടും 2 ധ്രുവങ്ങളിൽ നിൽക്കുന്ന 2 എനർജിയാണ്. പക്ഷേ നമുക്കിനിപ്പോൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നതിൽ ഏറ്റവും ബെസ്റ്റായിട്ട് ഈ പേരിനെ ഒന്ന് മാറ്റുക. അപ്പോൾ പേരെന്താ അറിയോ, അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബെസ്റ്റായിരിക്കും, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ബെസ്റ്റായിരിക്കും. അത് തീർച്ചയായിട്ടും കുടുംബത്തിന് കൂടുതൽ അനുകൂലമായിട്ട് വരും. നമുക്ക് പരിഹാരത്തിനെ കുറിച്ചിട്ടല്ലേ ഇനിയിപ്പോൾ സംസാരിച്ചിട്ട് കാര്യമുള്ളൂ. ഓക്കെ, അപ്പോൾ പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. എന്തായാലും കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പോട്ടെ. പേര് മാറ്റുക, അതിൻ്റെ എനർജീനെ നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, എന്തായാലും സന്തോഷം പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചത്. ഓക്കെ, അപ്പോൾ താഹിറയാണ് വിളിച്ചത്. അപ്പോൾ അവരുടെ എനർജി 4ൻ്റെ എനർജിയിലാണ്. അതുപോലെ പേരിലും ഞാൻ പറഞ്ഞു സ്ട്രഗിൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ. പക്ഷേ പേരിനെ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആക്കാൻ വേണ്ടി സാധിച്ചു. അതിപ്പോൾ നമ്മൾ ഒരുപാട് നോക്കിയിട്ടൊന്നും അല്ല പറയുന്നത്. ജസ്റ്റ് അവരുടെ വീട്ടുപേര് മുഴുവനായിട്ട് അടിച്ച് നോക്കുമ്പോഴേക്കും നമുക്കത് ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. പാറക്കൽ എന്ന ആ ഒരു പേര് വെക്കുമ്പോഴേക്കും അത് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ന്യൂമറോളജി പ്രകാരം വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു പേരായിട്ട് വരുന്നുണ്ട്. ഇപ്പം ഈ ചെറിയ സമയത്തിനുള്ളിൽ ഒരാളുടെ പേര് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത്ര വലിയ അല്ലേ, ചിലപ്പോൾ അത് അവർക്കും ഭാഗ്യം വേണം. അല്ലെങ്കിൽ നമ്മളെന്താ എല്ലാവരുടെ പേര് ഓരോന്നും എഴുതി വെച്ചിട്ട് അതിൻ്റെ ഓരോ ലെറ്ററിനും, ഇപ്പം പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ആണെങ്കിൽ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്, ആർ എന്ന് പറഞ്ഞാൽ 2 ആണ്, എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും 1 ആണ്, കെ എന്ന് പറഞ്ഞാൽ 2 ആണ്. അങ്ങനെ ഓരോ ലെറ്ററിൻ്റെയും എനർജി കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് ഏറ്റവും ബെസ്റ്റ് ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ നോക്കിയിട്ടാണ് പറയാം. ഇങ്ങനെ ചിലപ്പോഴാണ് ഇതുപോലെ ഭാഗ്യത്തിന് നമുക്ക് കൃത്യമായിട്ടുള്ളൊരു പേരൊക്കെ കിട്ടുക. അപ്പോൾ നമുക്ക് അടുത്തൊരു കോൾ വന്നിട്ടുണ്ട്, നമുക്ക് കോളിലേക്ക് തന്നെ പോവാം. ഹലോ, നമസ്കാരം. പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ. 23/22 പ്രകീർത്ത് കൃഷ്ണ. ആരാണ് സംസാരിക്കുന്നത്? പരമേശ്വരി. ഓക്കെ, ആരുടെ കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ്? കൊച്ചുമാൻ്റെ. അപ്പോൾ കൊച്ചുമാൻ്റെ പേര് പറയൂ. പ്രകീർത്ത് കൃഷ്ണ. പ്രകീർ അല്ലേ? പ്രകീർത്ത് കൃഷ്ണ. ഓക്കെ, പ്രദീർ അല്ലേ? പ്രകീർത്ത് കൃഷ്ണ അല്ലേ? പ്രകീർത്ത് കൃഷ്ണ. ഞാൻ പറയുന്നത് അത് ആണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. പ്രകീർത്ത് കൃഷ്ണ അല്ലേ? ശരി. എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. 20/3/2022 അല്ലേ? ഞാൻ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം, ഒന്ന് ഹോൾഡ് ചെയ്യണം.
ഹലോ, കേൾക്കാമോ? ഹലോ കേൾക്കാമോ? ഹലോ പറയുന്നത് കേൾക്കാമോ? കേൾക്കാൻ പറയുന്നു. ആ, അപ്പോൾ പേഴ്സണാലിറ്റി നമ്പർ 2, ലൈഫ് പാത്ത് നമ്പർ 2. അപ്പോൾ 2ൻ്റെ റിപ്പീറ്റേഷനാണ്. അപ്പോൾ ഞാനിപ്പോൾ പിന്നെ കുറച്ച് മുമ്പേ ഇതേ കാര്യം തന്നെ പ്രേക്ഷകരോടെ പറയുന്നത് കേട്ടോ. പിന്നെ സംസാരിച്ചിരുന്നു. അതായത് 8 എന്നുള്ള എനർജിയിൽ വീണ്ടും ചന്ദ്രൻ്റെ എനർജി വരുമ്പോൾ അത് കുറച്ചും കൂടി കാലതാമസമാണ് പറയേണ്ടത്. ആ, അപ്പോൾ ഈ പ്രകീർത്ത് കൃഷ്ണ എന്ന് പറയുന്നത് പിന്നെ ആ പേരിലൊരു മാറ്റം വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. അപ്പോൾ ഇപ്പോഴുള്ള പേര് കുട്ടീനെ സംബന്ധിച്ചിടത്തോളം യോജിക്കുന്ന ഒരു പേരല്ല. അതിലൊരു നല്ലൊരു മാറ്റം വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക. ഇപ്പം നമുക്ക് ഇപ്പോൾ അത് നോക്കണം. ഓരോരോ കാര്യങ്ങളും വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാലേ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പേര് പറഞ്ഞെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതിപ്പോൾ ഓരോരോ ആൾക്കും അങ്ങനെ ഒരു പേരില്ല. നമുക്ക് എല്ലാ പേരും അത് കാൽക്കുലേറ്റ് ചെയ്ത് ഏറ്റവും ബെസ്റ്റ് ആക്കിയിട്ട് നമുക്ക് എടുക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. ഇപ്പോഴുള്ള അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം പേര് ആരംഭിക്കുന്നത് നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് പറയാൻ വേണ്ടി പറ്റില്ല. പിന്നെ ടോട്ടൽ എനർജിയിലും പിന്നെ അത് വീണ്ടും ശനിയുടെ എനർജിയിലേക്കാണ് വരുന്നത്. അപ്പോൾ കുട്ടിക്ക് പല എല്ലാറ്റിനും സ്ട്രഗിളിംഗ് ആയിട്ടുള്ള അവസ്ഥ, അവൻ്റെ കുട്ടിയുടെ കാര്യത്തിനൊക്കെ സ്ട്രഗിളിംഗ് ആയിട്ടുള്ള അവസ്ഥയാണ് ഇതിൽ കാണുന്നത് തന്നെ. അങ്ങനെയുള്ളൊരു പേര് വെച്ച് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു ന്യൂമറോളജിസ്റ്റിൻ്റെ അടുത്ത് തന്നെ പോയിട്ട് അതിനെ ഏറ്റവും ബെസ്റ്റ് ആക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. ചെറിയ കുട്ടിക്ക് നമ്മൾ ഇപ്പം ഒരു പ്രായമുള്ള ഒരു വ്യക്തിക്ക് ഞാൻ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ആക്കിയിട്ടൊക്കെ റെഡിയാക്കാം. കാരണം പേര് പൂർണ്ണമായിട്ട് മാറ്റുമ്പോൾ അവർക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് വരുമല്ലോ. ഇതുപോലെയല്ല കുട്ടീൻ്റെ കാര്യം ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഭാഗ്യദായകമായിട്ടുള്ള ഒരു പേരിടുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ കുട്ടീനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഭാഗ്യദായകമായിട്ടുള്ള പേരും. ഓക്കെ. ഹലോ കോള് കട്ടായെന്നാണ് തോന്നുന്നു. ഓക്കെ. അപ്പോൾ എനിക്ക് പറയാനുള്ള ഇതാണ്, പേഴ്സണാലിറ്റി നമ്പർ 2, ലൈഫ് പാത്ത് നമ്പർ 2. അപ്പോൾ അതിനൊരു കൃത്യമായിട്ടുള്ള വളരെ പവർഫുള്ളായെന്ന് മീൻസ് അതിന് വളരെ അനുകൂലമായിട്ടുള്ള, അങ്ങനെ അതിന് അധികം ശക്തിയേറിയ പേരും പറ്റില്ല. അപ്പോൾ അതിന് അനുകൂലമാകുന്ന പേര്, അങ്ങനെയാണ് അതിൻ്റെ പറയേണ്ട വാക്ക്. അപ്പോൾ അതിന് അനുകൂലമാകുന്ന ഒരു കൃത്യമായിട്ടുള്ള പേര് ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക. ഞാൻ ആദ്യം പറഞ്ഞ പോലെ പിന്നെ പ്രായമുള്ളൊരു വ്യക്തിക്കാണെങ്കിൽ പേര് കുറച്ച് മോശമാണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് അതിനൊരു ഭംഗിയാക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാറ്. പക്ഷേ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കഷ്ടപ്പെടേണ്ട കാര്യമില്ല. ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഭാഗ്യദായകമായിട്ടുള്ള ഒരു പേര് ഇടുക, അതാണ് അതിനുള്ള ഏറ്റവും നല്ല പരിഹാരം. ഓക്കെ. അപ്പോൾ അത് അങ്ങനെ തന്നെ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും കാരണം ഒരു ന്യൂമറോളജിസ്റ്റ് എന്ന നിലയിൽ പറയാനുള്ളത്, കുട്ടികൾക്ക് നിങ്ങൾക്ക് നൽകാനുള്ള ഏറ്റവും വലിയ സമ്മാനം അത് കൃത്യമായിട്ടുള്ള പേരാണ്. കാരണം അവരുടെ ജീവിതകാലം മുഴുവൻ കൊണ്ടു നടക്കേണ്ട ഒരു എനർജിയാണ് എന്നാണ് പറയാനുള്ളത്. അപ്പോൾ വീണ്ടും ഒരു കോൾ വന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാണ്. കോളിലേക്ക് തന്നെ പോവാം. ഹലോ, നമസ്കാരം. പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ. ആരാണ് സംസാരിക്കുന്നത്? മകന്റെ കാര്യം അറിയാൻ വേണ്ടിയിട്ടായിരുന്നേ. ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ നിങ്ങൾക്ക്? ഓക്കെ. ആരാണ് സംസാരിക്കുന്നത്? മകന്റെ കാര്യം അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. പ്രണവ് സാഗർ വി. പ്രണവ് സാഗർ വി. സാഗർ വി അല്ല, ഇനീഷ്യൽ വി അല്ലേ? ഇനീഷ്യൽ വി. ഓക്കെ. ഡേറ്റ് ഓഫ് ബർത്ത് പറയാം. 8/8/2013. 8/8. ഹലോ, കേൾക്കാമോ? പേഴ്സണാലിറ്റി നമ്പർ 8, ലൈഫ് പാത്ത് നമ്പർ 4. 8ഉം 4ഉം കൂടി ചേരുകയാണ്. അപ്പോൾ ശനിയുടെയും രാഹുവിൻ്റെയും ഒരു കൂടിച്ചേരലാണ്. ഇന്ന് ഒട്ടുമിക്ക കോളുകളും ശനിയുടെ എനർജി കൂടുതലുള്ള ആൾക്കാരുടെ കോളാണ്. അപ്പോൾ ഇപ്പോൾ പേരിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രണവ് സാഗർ വി എന്നുള്ളത് വ്യാഴത്തിൻ്റെ എനർജിയിൽ വരുന്ന ഒരു വ്യാഴത്തിൻ്റെ ഒരു നല്ല പേരാണ്. എന്ന് വെച്ചാൽ നമുക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ഒരു ബെസ്റ്റാണെന്ന് പറയാൻ പറ്റില്ല, ഒരു ആവറേജ് ആയിട്ടുള്ള പേര്. ഓക്കെ.
അവരുടെ ക്ലാസ് മുന്നോട്ട് പോകുന്നതിനനുസരിച്ചിട്ട് വിദ്യാഭ്യാസപരമായിട്ടൊക്കെ കൂടുതൽ മികവും കാണുന്നുണ്ട്. അത് ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് അങ്ങനെയൊക്കെ കടക്കുന്ന സമയത്ത് കൂടുതൽ അനുകൂലമായിട്ട് വരും. അതാണ് അതിൽ പറയാനുള്ള കാര്യങ്ങൾ. എന്താണ് ഇനി അറിയേണ്ടത്? പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ആവറേജ് പേരെന്നേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ശനിയുടെ എനർജിയിൽ വ്യാഴത്തിൻ്റെ പേര് ഇപ്പം വളരെ ദോഷം ചെയ്യുന്നില്ല എന്ന് ആണ് പറയേണ്ടത്. ഈ വിദ്യാഭ്യാസത്തിന് ഇതുപോലെ ഒരു സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. ഒരു ഗുരുനാഥനൊക്കെ ആയിരിക്കാനൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഒരു ലക്കിയസ്റ്റ് ആയിട്ടുള്ള ഒരു പേര് എന്ന് പറയാൻ പറ്റില്ല. ലക്കിയസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ തരത്തിലും അല്ലേ, നമ്മൾ ഇപ്പം ഈ സംഭവ ലോകത്ത് മെറ്റൽ എനർജി, അതായത് സാമ്പത്തികമായിട്ടും നമുക്ക് ഒരു ഫെയിം, ഇതൊക്കെയാണല്ലോ പൊതുവേ ഒരു ഗുണമായിട്ട് നമ്മൾ ഇപ്പം അല്ലേ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണേണ്ടത്. ബാക്കിയുള്ള വിജയങ്ങളൊക്കെ ആത്മീയമായിട്ടുള്ള അറിവുകളും കാര്യങ്ങളുമാണ്. അല്ലാതെ നമുക്ക് പുറമേ അങ്ങനെയുള്ളതിന് അധികം സപ്പോർട്ട് കാണുന്നില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ ഇതിൽ ആത്മീയമായിട്ട് അങ്ങനെ പറയുമ്പോഴേ ചേഞ്ച് എന്നുള്ളത് ഇപ്പോൾ നമുക്കതിന് പെട്ടെന്ന് ചേഞ്ച് ഇനി പറയാനുള്ളത് ഇതിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു എളുപ്പ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രണവ് സാഗർ എന്ന് മാത്രം വെച്ച് കഴിഞ്ഞാൽ നല്ല പേരാകുന്നുണ്ട്. അപ്പോൾ ആ വീന് ഒഴിവാക്കുക. എന്നാലും ഒരു 100% ബെസ്റ്റ് എന്നല്ല, ഒരു 75-80% നന്നാവും. പ്രണവ് സാഗർ എന്ന് മാത്രമായിരിക്കണം. അപ്പോൾ പക്ഷേ ഇനീഷ്യൽ പലപ്പോഴും വരും. അത് ഒഴിവാക്കണമെങ്കിൽ അത് നിയമപ്രകാരം തന്നെ അത് ചെയ്യുക, അതിനുള്ള വേണ്ട കാര്യങ്ങൾ. അല്ലെങ്കിൽ അത് വീണ്ടും കയറി വരും. അപ്പോൾ ഇതാണ് അവസ്ഥ. ഇത് പ്രണവ് സാഗർ എന്ന് മാത്രം പറയുമ്പോഴേക്കും ഒരു ബെസ്റ്റായിട്ടുള്ള പേരാണ് മകനെ സംബന്ധിച്ചിടത്തോളം. നല്ലൊരു പേരാണ്, ശുക്രൻ്റെ എനർജിയിലുള്ള നല്ല പേരാണ്. ഭാഗ്യത്തിനെയൊക്കെ കൊണ്ട് കൊടുക്കും, സാമ്പത്തികപരമായിട്ടുള്ളൊക്കെ പുരോഗതിയിലേക്കൊക്കെ കൊണ്ടുപോകും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ഗുണങ്ങളാണ് അതിന് പറയേണ്ടത്. വ്യക്തിബന്ധങ്ങൾ, റിലേഷൻഷിപ്പ്, വിവാഹ സമയത്തൊക്കെ കൂടുതൽ സപ്പോർട്ട് ചെയ്യും ആ സമയത്ത്. പിന്നെ ഇപ്പോഴ് കാണുന്ന ഈ കുട്ടിയുടെ എനർജി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 30 വയസ്സ് ആ സമയമാകുമ്പോഴേക്കും ആ ഒരു മൈൻഡിൻ്റെ രീതി മൊത്തം മാറി വരും. അതായത് ഒരു ലീഡർ എന്ന രീതിയിലേക്ക് ആൾ വരും, ഒരു നേതാവ് എന്ന രീതിയിലേക്ക്, ഒരു ലീഡറിനെ പോലെ പെരുമാറും. അതിനിപ്പം ഒരു സ്ഥാപനത്തിനായിക്കോട്ടെ, ഇനി എവിടെ ആയിക്കോട്ടെ, ആ ഒരു എനർജിയാണ് മെയിനായിട്ട് ജീവിതത്തിൽ ഫോളോ ചെയ്യാം. അപ്പോൾ ഇപ്പോഴുള്ള കുട്ടിക്കാലത്ത് നമുക്ക് അതിനെ അങ്ങനെ പറയാൻ വേണ്ടി പറ്റില്ല. ഇപ്പോൾ സാധാരണ കുട്ടികളെ പോലെ ഉള്ള എല്ലാ സ്വഭാവങ്ങളോടും കൂടിയ ആളായിരിക്കും. പക്ഷേ ഒരു ലീഡറിൻ്റെ എനർജി ആയിട്ട് വരും 30 ആ വയസ്സ് അങ്ങോട്ട്. പിന്നെയുള്ള കാലത്ത് ആൾക്കാരെ നിയന്ത്രിക്കുന്ന രീതിയിലേക്കുള്ള ഒരു എനർജിയാണ് ഇതിൽ കൂടുതൽ കാണിക്കുന്നത്. അപ്പോൾ എന്താ, നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പേര് വേണം. ഇല്ലെങ്കിൽ എന്താ പറയുക, ആൾക്കാരെ നിയന്ത്രിക്കുമ്പോൾ എന്താണ്, അവർക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അവർ തിരിച്ചും പ്രതികരിക്കും. അപ്പോൾ ഹ്യൂമൻ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞത് ഭയങ്കര ഒരു സംഭവമാണ്. കാരണം മനസ്സിനെ വെച്ചിട്ടാണ് അല്ലേ കൺട്രോൾ ചെയ്യേണ്ടത്. ഹ്യൂമൻ മനസ്സിനെ കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് ഏറ്റവും വലിയൊരു നമുക്ക് അധ്വാനമുള്ള ഒരു പണി. അപ്പോൾ അതിന് നമ്മൾക്ക് ഫ്ലെക്സിബിളും ഭാഗ്യദായകമാകണം. നമ്മളെ ആൾക്കാർ ഇഷ്ടപ്പെടണം, എങ്കിൽ മാത്രമേ നമുക്ക് ആൾക്കാരെ കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് വേറൊരു സത്യം. അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടാതെ നിൽക്കുമ്പോൾ എന്താണ്, അവർ അവരുടെ സ്വഭാവങ്ങളും മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്താ, പേരിലൊരു മാറ്റം വരുത്തുക. അപ്പോൾ കൂടുതൽ അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ മാറുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവത്തിൽ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. അപ്പോൾ ആ പേരിനെ ഒന്ന് പറയൂ. നല്ല പ്രോഗ്രാമാണ് സാർ. ഓക്കെ, എന്തായാലും സന്തോഷം. ഓക്കെ, അഭിപ്രായം പറഞ്ഞാൽ ഓക്കെ. കാണുക, ഇന്നും എന്തെങ്കിലും അറിയണമെങ്കിൽ വിളിക്കുക. ഓക്കെ ഓക്കെ, എന്തായാലും ഇപ്പോൾ വിളിച്ച് സന്തോഷം. ഓക്കെ. അപ്പോൾ പേഴ്സണാലിറ്റി നമ്പർ 8, ലൈഫ് പാത്ത് നമ്പർ 4ആണ്. 8ൻ്റെയും 4ൻ്റെയും കൂടിച്ചേരലാണ്. 8ൻ്റെയും 4ൻ്റെയും കൂടിച്ചേരൽ എന്താണ്? അപ്പോൾ നിങ്ങൾ ഈ പ്രോഗ്രാം കാണുന്നവർ ന്യൂമറോളജിനെ കുറിച്ചിട്ടൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഇരിക്കുന്നവരായിരിക്കുമല്ലോ. 8 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുവിൻ്റെയും ശനിയുടെയും കൂടിച്ചേരലാണ്. അതായത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം, ഈ മാർച്ച് വരെ രാഹുവും ശനിയും ഒന്നായിട്ട് സഞ്ചരിക്കുന്ന ഒരു സമയമാണ് അല്ലേ. പലർക്കും വളരെ ഇപ്പം ശനീശ്വരൻ വക്രഗതിയിൽ നിന്ന് മാറിയിട്ട് ഇപ്പം ജസ്റ്റ് ഒന്ന് മാറി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഈ സമയത്ത് രാഹുവിൻ്റെ കൂടെയുള്ള ഒരു സഞ്ചാരമാണ്. അപ്പോൾ പല ആൾക്കും അത് വളരെയധികം ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു കാലഘട്ടമാണ് പല ആൾക്കാർക്കും. അത് ഞാൻ പിന്നെ ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ ന്യൂമറോളജീൻ്റെ ഇതിൽ കടക്കുന്നില്ല. എന്നിരുന്നാൽ പോലും അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അത് മാർച്ച് മാസം വരെ അങ്ങനെയാണ് പോകുന്നത്.
ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ലാസ്റ്റ് കോൾ വന്നിട്ടുണ്ട്. നമുക്ക് കോളിലേക്ക് തന്നെ പോവാം. ഹലോ, നമസ്കാരം. പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ആശയാണ്. ആരാണ്? ആശ. ആശ. ഓക്കെ, ആശയുടെ മകനെ കുറിച്ചാണ്. ഓ ആയിക്കോട്ടെ. മകൻ്റെ പേര് പറയും. കാർത്തികേയ്. കാർത്തികേയനോ? കാർത്തികേയ്. KARTHIKEY. ഹലോ, കാർത്തികേയ് അല്ലേ? കാർത്തികേയ്. KARTHIKEY. KEY. ഓക്കെ, കാർത്തിക്. ഇനി കാർത്തികേയൻ്റെ വേറെ സെക്കൻഡ് നെയിം, സർ നെയിം? എ എന്ന് മാത്രമാണോ? AS. ഓക്കെ, കാർത്തികേയ് AS. ഡേറ്റ് ഓഫ് ബർത്ത് പറയും. 30/7/2017. ഞാൻ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം. കേൾക്കാമോ? ഹലോ. പേഴ്സണാലിറ്റി നമ്പർ 3, ലൈഫ് പാത്ത് നമ്പർ 2. 3ൻ്റെയും 2ൻ്റെയും കൂടിച്ചേരലാണ്. 3ൻ്റെയും 2ൻ്റെയും കൂടിച്ചേരൽ പൊതുവെ നല്ലതാണ് പറയേണ്ടത്. പക്ഷേ പേര് ഇപ്പോൾ ഉള്ളത് കാർത്തികേയൻ, കാർത്തികേയ് AS. KARTHI ഉണ്ടോ? TH ഉണ്ടോ? ഇല്ലല്ലോ. THI തന്നെ. ഓക്കെ. അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞാലും അതൊരു ബെസ്റ്റായിട്ടുള്ള പേരല്ല, കുഴപ്പമില്ല എന്ന് മാത്രമേ ഉള്ളൂ. കാർത്തികേയ് AS എന്ന് പറയുമ്പോഴേക്കും 27, അതായത് ചൊവ്വയുടെ എനർജിയിൽ വരുന്ന ഒരു പേരാണ്. ചൊവ്വയുടെ എനർജി ഇതിന് സപ്പോർട്ടീവ് ആകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേഴ്സണാലിറ്റി 3 ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് ചൊവ്വയുടെ എനർജി ഓക്കെ എന്ന് പറയാം. അതേസമയം ലൈഫ് പാത്തിൽ ചന്ദ്രൻ്റെ എനർജിയിലായിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു എനർജി അന്നേരം സപ്പോർട്ടാവില്ല. അപ്പോൾ ഒന്നിന് സപ്പോർട്ടാവും, മറ്റൊന്ന് സപ്പോർട്ടാവുകയും ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു ആവറേജ് ആയിട്ടുള്ള പേരാണെന്നേ പറയാൻ വേണ്ടി പറ്റുള്ളൂ കാർത്തികേയ് AS എന്നുള്ളത്. ഓക്കെ, കാർത്തികേയ് അല്ല, നമ്മൾ ടോട്ടൽ എനർജിയാണ് നമ്മൾ നോക്കുക. അപ്പോൾ ഈ കാർത്തികേയ് എന്ന് പറയുമ്പോൾ K-ക്ക് 2ൻ്റെ എനർജി വരും, A എന്ന് പറയുമ്പോൾ 1ൻ്റെ എനർജി, R എന്ന് പറയുമ്പോൾ വീണ്ടും 2, T എന്ന് പറയുമ്പം 4ൻ്റെ എനർജി. അങ്ങനെ എല്ലാ എനർജിയും കൂട്ടിയിട്ടാണ് ന്യൂമറോളജി പ്രകാരം ഒരു ബെസ്റ്റായിട്ടുള്ള ഒരു ഭാഗ്യദായകമായിട്ടുള്ള പേര് കണ്ടെത്തുക എന്നുള്ളത്. അപ്പോൾ അതിന് ഓരോന്നിനും ഓരോ പേരിനും ഓരോ എനർജിക്കും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് പറയേണ്ടത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴേ ഇത് ചൊവ്വയുടെ എനർജിയിൽ വരുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് ഒരു ആവറേജ് ആയിട്ടുള്ള പേരാണ്. അപ്പോൾ പേരിൽ മാറ്റം നമുക്ക് കാർത്തികേയ എന്ന് ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ ഇട്ടതായിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ സർനെയിം മാറ്റം വരുത്തിക്കൊണ്ട് നമുക്ക് നോക്കാവുന്നതാണ്. പിന്നെ അച്ഛൻ്റെ പേരെന്താണ്? ഷിബു. അപ്പോൾ ഒരു കാര്യം ചെയ്യൂ, നല്ല പേരാവുന്നത് കാർത്തികേയ് A ഷിബു എന്നിടുക. അപ്പോൾ പേര് അതുപോലെ തന്നെയായി, ബാക്കിയൊന്നും മാറുന്നില്ല. ഏന്ന് അവിടെ വെച്ചു, S എന്നുള്ളതിന് ഷിബു എന്നിട്ടു. അപ്പോൾ അത് കുഴപ്പമൊന്നും ഇല്ലാണ്ടായി, അതേ പേര് തന്നെയായി. അത് നല്ല ഭാഗ്യദായകമായിട്ടുള്ള പേരാവും കുട്ടീനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ കാർത്തികേയ് A ഷിബു. ഓക്കെ, അപ്പോൾ ഇട്ടിടയ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള പേരാണ്. കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യദായകമായിട്ടുള്ള ഒന്നാണ്. അതുമായിട്ട് മുന്നോട്ട് പോവാം. ഓക്കെ, എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. അപ്പോൾ അവസാനത്തെ കോളെങ്കിലും നമുക്ക് ഒരു ശനിയുടെ എനർജി കൂടുതൽ ഇല്ലാത്തൊരു പേര് കിട്ടി എന്നുള്ളതാണ്. എന്തായാലും സന്തോഷം. ഓക്കെ, അപ്പോൾ പേഴ്സണാലിറ്റി നമ്പർ 3, ലൈഫ് പാത്ത് നമ്പർ 2 വന്നു കഴിഞ്ഞാൽ പൊതുവേ ഒരു നല്ല കൂടിച്ചേരലാണ്. അതിന് പേര് വെച്ചിട്ട് നിങ്ങൾ അതിനെ ഉപദ്രവിക്കാണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ നല്ലൊരു പേര് തന്നെ, ഒരു ഡേറ്റ് ഓഫ് ബർത്ത് തന്നെയാണ്. ഓക്കെ, എന്തായാലും ഇന്ന് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. എന്തായാലും നമ്മുടെ പ്രോഗ്രാമിലേക്ക് വിളിക്കേണ്ട നമ്പർ ഞാൻ പറയാം. 80 86 89 70 30. ഒന്നുകൂടി പറയാം, 80 86 89 70 30. ഇതാണ് പ്രോഗ്രാമിലേക്ക് വിളിക്കേണ്ടത്. ഇനി ആർക്കെങ്കിലും പേഴ്സണലായിട്ട് കൺസൾട്ടേഷൻ വേണമെങ്കിൽ എൻ്റെ നമ്പർ കൂടി ഞാൻ കൊടുക്കാം. 62 38 68 18 81. ഒന്നുകൂടി പറയാം, 6238681881.
വാട്സപ്പിലൂടെ ബന്ധപ്പെടുന്നതായിരിക്കും ഏറ്റവും നന്നാവുക. അത് പേഴ്സണലായിട്ട് കൺസൾട്ടേഷൻ വേണ്ടവർക്ക് മാത്രം മതി. പ്രോഗ്രാമിലേക്ക് വിളിക്കാൻ ആദ്യം പറഞ്ഞ നമ്പറാണ്. എന്തായാലും അടുത്ത ഒരു നല്ല എപ്പിസോഡായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.